പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ അതിൻ്റെ ചുരുളഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഴയ നിയമ ബലികൾ, പ്രത്യേകിച്ച് ലേവ്യരുടെ പുസ്തകത്തിലുള്ള 5 ബലികളെക്കുറിച്ച് നമ്മൾ ഗഹനമായിട്ട് പഠിച്ചു വന്നു. അതിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൻ്റെയും അന്ത്യത്താഴത്തിൻ്റെയും രഹസ്യങ്ങളെ നമ്മൾ കണ്ടു. അതുപോലെ ആദ്യ ക്ലാസ്സുകളിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാവരും ബലിപീഠത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു. ഇതെല്ലാം നമുക്കൊരു സാക്ഷിയായിട്ടാണ്. നമ്മളും ആ ബലിപീഠത്തോട് ചേർന്ന ഒരു ജീവിതം നയിക്കണം. ക്രിസ്തുവിൻ്റെ അനുയായികളായി നമ്മൾ ക്രിസ്തുവിനെ പോലെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുവാനാണ് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ആ പഴയ നിയമ ബലികളെക്കുറിച്ച് കണ്ടത്. ഇനിയും പുതിയ നിയമത്തിലേക്ക് ഞാൻ കയറിയാണ്. ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലോട്ടുള്ള വരവ് മാനവജാതിക്ക്, മനുഷ്യകുലത്തിന് മുഴുവനും പാപത്തിൽ നിന്നും മുക്തി നൽകുവാനും ദൈവത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചവനായ മനുഷ്യരെ ദൈവത്തിൻ്റെ രൂപത്തിലേക്ക്, ദൈവിക കൂട്ടായ്മയിലേക്ക് തിരിച്ചെത്തിക്കുവാനും വേണ്ടിയുള്ള ഒരു കാര്യമാണ് ക്രിസ്തുവിൻ്റെ ക്രൂശുബലിയിൽ നാം കാണുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവമായിട്ട് ഒന്നാക്കിപ്പിക്കുവാൻ, പിതാവുമായിട്ട് രമ്യപ്പെടുത്തുവാൻ, തൻ്റെ ബലിയിലൂടെ മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്ത് അവന്റെ പാപത്തെ കഴുകിക്കളഞ്ഞ് അവനെ ദൈവമായിട്ട് ഒന്നാക്കുക, ദൈവത്തെ പോലെ ആക്കി തീർക്കുക എന്ന ഉദ്ദേശമായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളെ പഠിച്ചാൽ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ആ ക്രൂശ് ബലി അത് അവിടെ അവസാനിക്കുന്നില്ല. മരിച്ച് അടക്കപ്പെട്ടു, എന്നാൽ മരണത്തിൻ്റെ മേൽ വിജയം പ്രാപിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ജീവിതത്തെയാണ് ഞാൻ ഇന്നിപ്പോ ഒന്ന് ഓടിച്ചിട്ട് പഠിക്കാൻ പോകുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 പേരുടെ സുവിശേഷം വായിച്ചാൽ ഏകദേശം ഒരുപോലെയുള്ളതാണ്. അവരുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു ഒരു യാത്ര ചെയ്യുകയാണ്. ഗലീലിയായിൽ നിന്നും യെറുസലേമിലേക്കുള്ള ഒരു യാത്ര, അതായത് കാൽവരിയിലേക്കുള്ള യാത്ര. യേശുക്രിസ്തു ജനിച്ച് ഈ ലോകത്തിൽ ജീവിച്ചത് ആ കാൽവരി യാഗത്തിനു വേണ്ടിയാണ്. ആയതിനാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 പേരുടെ സുവിശേഷം നമ്മൾ വായിച്ചാൽ ക്രിസ്തുവിന്റെ ജീവിതം ഒരു യാത്രയാണ്, കാൽവരിയിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയെ നമ്മൾ പഠിച്ചാൽ വിശുദ്ധ കുർബാനയെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ കുർബാന എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ മഹത്വമുള്ളതാണ്, ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യം, ക്രിസ്തുവിന്റെ ആ യാത്രയെ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം യോഹന്നാനെ തുലനം ചെയ്തു തന്നെ കഴുകനോടുകൂടി ചേർത്താണ്. അതായത് ഉയരങ്ങളിൽ പറക്കുമ്പോഴും അതിൻ്റെ ദൂരദൃഷ്ടി, താഴെ ഇഴയുന്ന ചെറിയ പ്രാണിയെ പോലും കാണുവാനുള്ള ഒരു കഴിവ്, ഇതുപോലെ ഉയരത്തിൽ പറക്കുന്ന കഴുകിനോട് തുല്യപ്പെടുത്തി കുർബാന രഹസ്യങ്ങളെ അവതരിപ്പിക്കുന്ന യോഹന്നാനെ നമുക്ക് പ്രത്യേകമായിട്ട് കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ മത്തായി, മർക്കോസ്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ ആ ബലിയിലേക്കുള്ള യാത്രയെ നമ്മളൊന്ന് പഠിക്കുവാൻ പോവുകയാണ്. നമുക്കറിയാം, യാത്രയിൽ കർത്താവ് പല ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്നു. പശ്ചാത്തപിക്കുവേൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ, ദൈവത്തിന്റെ രാജ്യം ഇതാ അടുത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മനുഷ്യന് സുവിശേഷം കൊടുക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് താൻ തന്നെ ദൈവപുത്രൻ, താൻ തന്നെ വരുവാനിരിക്കുന്ന ലോകരക്ഷകൻ എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ വെളിപ്പാടുകൾ ക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ യാത്ര ചെയ്യുന്ന ക്രിസ്തുവിന്റെ ചില ഉദാഹരണങ്ങളെ എടുത്തുകൊണ്ട് നമുക്ക് കാൽവരിയിലേക്ക് സഞ്ചരിക്കാം.
ക്രിസ്തുവിന് വഴിയൊരുക്കുവാനായിട്ട് വന്ന യോഹന്നാൻ മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ക്രിസ്തു അവിടെ നിന്ന് പിന്മാറി തന്റെ സുവിശേഷം ഒരു പ്രത്യേക രീതിയിലാക്കി. അപ്പോൾ യോഹന്നാൻ വന്ന് യോഹന്നാന്റെ റോൾ അവസാനിപ്പിച്ചു. ഇനി ക്രിസ്തുവിന്റെ റോളാണ് ഇതിനെ കാട്ടുവാനായിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം അവിടെ 10-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ കാരാഗ്രഹത്തിൽ ആളയച്ച് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു, അത് ഒരു തളികയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി. അവൾ അത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദനത്തെ പറ്റിയാണല്ലോ മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ അവസാന ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് വാക്യം 12, അവന്റെ ശിഷ്യർ ചെന്ന് മൃതദേഹം എടുത്ത് സംസ്കരിച്ചു. അനന്തരം അവർ യേശുവിനെ ഈ വിവരം അറിയിച്ചു. യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിന്മാറി. ഇതാണൊരു മുഖ്യ വചനം. അപ്പോൾ സ്നാപക യോഹന്നാന്റെ റോൾ തീർന്നു, ഇനി ക്രിസ്തുവിന്റെ റോൾ ആരംഭിക്കുന്നു എന്ന് കാണിക്കുവാനായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, യേശു ഇത് കേട്ട് അവിടെ നിന്നും പിൻവാങ്ങി. അപ്പോൾ ഇനി എന്തോ ക്രിസ്തുവിലൂടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവൻ വഞ്ചിയിൽ കയറിയിട്ട് തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയത് ആയിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ജനക്കൂട്ടം അവനെ തേടി അവിടോട്ട് വരുന്നു. ജനക്കൂട്ടം അവിടെ തേടി യേശുവിനെ തേടി അവിടെ വരുന്നു. അപ്പോൾ 15-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങുവാൻ ഈ ജനക്കൂട്ടത്തെ അയക്കുക. എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം നൽകുക. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ. അവർ പറഞ്ഞു, അവൻ പറഞ്ഞു, അത് എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. ഈ സ്ഥലം യേശു ഒരു വിജന സ്ഥലത്തേക്ക് പോയതായിട്ടും അവൻ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരു വഞ്ചിയിൽ കയറി തനിച്ച് വിജന സ്ഥലത്തേക്ക് പോകണം. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തെ അവിടെ കണ്ടതായിട്ടും അവരുടെ ഇടയിൽ രോഗികളെ സുഖപ്പെടുത്തിയ സുവിശേഷമൊക്കെ അറിയിച്ചു കഴിഞ്ഞിട്ട് സന്ധ്യ ആയപ്പോൾ പറഞ്ഞുവിടാൻ ശിഷ്യന്മാർ ആഗ്രഹിച്ചു. അപ്പം കൊടുക്കാൻ തുടങ്ങിയാണിപ്പോൾ. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ മുഖ്യമായ ചില കാര്യങ്ങൾ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ദൈവവചനമാണ് 5 അപ്പത്തിൻ്റെയും ഈ 2 മത്സ്യത്തിൻ്റെയും കഥ. ഈ 2 മത്സ്യവും 5 അപ്പവും എടുത്ത് കർത്താവ് ചെയ്ത കാര്യത്തെ ഒരു പക്ഷേ നമ്മൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഇതെങ്ങനെ ക്രിസ്തുവിന്റെ മരണത്തിലേക്ക്, ക്രിസ്തുവിന്റെ കാൽവരി ബലിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് ചെല്ലും എന്നതിനെപ്പറ്റി ഒരുപക്ഷെ നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലായിരിക്കാം. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം. ഈ കാര്യങ്ങളെല്ലാം നമ്മളെ ക്രിസ്തുവിന്റെ ബലിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. 19-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകടിയിൽ ഇരിക്കുവാൻ കൽപ്പിച്ചതിന് ശേഷം ആ 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി, അതിനെ ആശീർവദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ഇവിടെ 4 കാര്യങ്ങൾ ചെയ്തതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് എവിടെല്ലാം എഴുതിയിരിക്കുന്നുവോ അവിടെയെല്ലാം ഈ 4 കാര്യങ്ങളുണ്ട്. മുൻപോട്ടുള്ള ക്ലാസ്സുകളിൽ വിശുദ്ധ കുർബാനയുടെ ഭാഗങ്ങൾ ഞാൻ പറയാൻ പോകുമ്പോൾ ഈ 4 ഭാഗങ്ങൾ പറഞ്ഞിരിക്കും. ആ 4 ഭാഗങ്ങളാണ് അപ്പം എടുക്കുക, 1-ാമത്തെ കാര്യം. അതിനുശേഷം നമ്മൾ കാണുകയാണ് സ്വർഗത്തിലേക്ക് നോക്കി അതിനെ ആശീർവദിക്കുന്നു, 2-ാമത്തെ കാര്യം. അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ് ആ അപ്പത്തെ മുറിക്കുന്നു, 3-ാമത്തെ കാര്യം. അത് പിന്നെ കൊടുക്കുന്നു, ഭക്ഷിക്കുവാനായിട്ട് കൊടുക്കുന്നു, 4-ാമത്തെ കാര്യം.
കർത്താവിന്റെ കാൽവരി ബലി, വിശുദ്ധ കുർബാന, ഇതെല്ലാം ഒന്നാണെന്ന് നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സിൽ ഞാൻ അതിനെ പ്രൂഫ് ചെയ്ത് കാണിക്കാം. ഇവിടെ നമ്മൾ കാണുകയാണ്, കർത്താവ് അപ്പത്തെ എടുക്കുന്നു, അതിനെ ആശീർവദിക്കുന്നു, അതിനെ മുറിക്കുന്നു, അതിനെ കൊടുക്കുന്നു. ഈ 4 കാര്യങ്ങളാണ് വിശുദ്ധ കുർബാന സ്ഥാപനത്തിലും നടക്കുന്നത്. 4 കാര്യങ്ങൾ. ഇനി 20ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, അവരെല്ലാം ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ, അതായത് പുരുഷന്മാർ മാത്രം 5000-ഓളം ആയിരുന്നു. 5000 പുരുഷന്മാരുള്ളിടത്ത് ഒരു 10,000 സ്ത്രീകളും ഒരു 5000 കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടിയാൽ, അല്ലെങ്കിൽ ഒരു 10,000 കുഞ്ഞുങ്ങളെയും 5000 സ്ത്രീകളെയും കൂട്ടിയാൽ കുറഞ്ഞത് ഒരു 10,000-20,000 ആൾക്കാർ അന്ന് ഭക്ഷിച്ചു എന്നതിന്റെ തെളിവാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. നമ്മൾ സാധാരണ 5 അപ്പവും 2 മത്സ്യവും 5000 പേരെ തൃപ്തിപ്പെടുത്തി 12 കുട്ട അവശേഷിച്ചു എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് ഈ കാര്യത്തെ തള്ളിവിടാറുണ്ട്. ഞാൻ ഈ ഭാഗത്തെ എടുത്തുകൊണ്ട് മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷങ്ങളിലും എഴുതിയിരിക്കുന്ന ഈ രീതിയെ ഒന്നുകൂടെ ഒന്ന് ക്ലിയറാക്കി പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ കുർബാന സ്ഥാപനത്തിൽ ചെയ്യുന്നതായ 4 കാര്യങ്ങൾ ഇവിടെയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. നമ്പർ 1. നമ്പർ 2, 12 കുട്ടകൾ നിറച്ചു. മത്തായിയുടെ സുവിശേഷം പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ എഴുതിയപ്പോൾ ഈ 12 കുട്ടകൾ എന്നതിന് ഉപയോഗിച്ച ഒരു വാക്ക്, ഗ്രീക്ക് വാക്ക് കോഫിനോസ് എന്ന ശബ്ദമാണ്. കോഫിനോസ്. ഈ കോഫിനോസ് എന്താണെന്ന് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ, യഹൂദന്മാർ അവരുടെ ഭക്ഷണം വഹിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന കുട്ടകളെയാണ് കോഫിനോസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തു അപ്പം എടുത്ത് ആ അപ്പത്തെ ആശീർവദിച്ചു എന്നിവിടുന്ന് എഴുതുന്നു. യഹൂദർ അവരുടെ ഭക്ഷണത്തിന് മുമ്പ് അവരുടെ ആ ഭക്ഷണത്തെ, ആ അപ്പത്തെ ആശീർവദിക്കുന്ന ഒരു സ്വഭാവം, ഒരു രീതി ഉണ്ടായിരുന്നു. ഇനി ഈ ഏരിയ എവിടാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ, യേശു വിജനപ്രദേശത്തേക്ക് പോയതായ ഈ ഏരിയ, ഈ സ്ഥാനം ഏതാണെന്ന് നമ്മൾ പഠിച്ചു നോക്കിയാൽ, ഇത് യഹൂദർ വസിക്കുന്ന ഒരു ക്ഷേത്രം, ഒരു ഏരിയ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഇവിടെ 3 കാര്യങ്ങൾ ഇത് യഹൂദ മേഖലയിൽ യഹൂദർക്ക് വേണ്ടി ചെയ്ത ഒരത്ഭുതമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 1, യേശു നടത്തിയ അത്ഭുതത്തിന്റെ ആ സ്ഥലം യഹൂദന്മാർ വസിക്കുന്ന സ്ഥലമാണ്. 2, യേശു അപ്പമെടുത്ത് ആശീർവദിക്കുന്ന, അപ്പത്തെ ആശീർവദിക്കുന്ന രീതി യഹൂദർ ചെയ്യുന്ന രീതിയാണ്. 3, ബാക്കി വന്ന അപ്പത്തെ ശേഖരിച്ചു വെച്ച ആ കുട്ടകൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഒറിജിനൽ വാക്ക് കോഫിനോസ്, അത് യഹൂദരുടെ കുട്ടകളുടെ പേരാണ് കോഫിനോസ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത്, യേശുക്രിസ്തു ആദ്യമായിട്ട് ചെയ്ത ഈ അത്ഭുതം യഹൂദരുടെ സഭയിലായിരുന്നു. അതായത് യേശുക്രിസ്തു യഹൂദരെ കൂട്ടിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഒരു കുർബാന നടത്തിയതാണത്. യഹൂദരുടെ ഒരു യൂക്രിസ്റ്റിക് ഗ്രൂപ്പിനെ, ഒരു സമൂഹത്തെ അവിടെ കർത്താവ് മെനഞ്ഞെടുക്കുകയായിരുന്നു. അപ്പം തിന്നാനു വേണ്ടി പിന്നീട് നമുക്കറിയാം അവർ ആ ക്രിസ്തുവിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇനി ചിലർ ചോദിച്ചേക്കാം, അവിടെ എന്താ മറ്റുള്ള ജാതിക്കാരില്ലയോ? അതിനെ നമുക്ക് മനസ്സിലാക്കണം. യഹൂദരും വിജാതിരും തമ്മിൽ യേശുവിന്റെ കാലത്ത് ഭയങ്കര ശത്രുതയാണ്.
യേശുവിന് മുമ്പ് തൊട്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. യഹൂദരും വിജാതീയരും തമ്മിൽ, അത് യേശുവിന്റെ കാലത്തും അത് തന്നെയാണ്. അതുകൊണ്ടാണ് അപ്പസ്തോലനായ പൗലോസ്ലീഹ എഴുതിയിരിക്കുന്ന യേശു ക്രിസ്തു തന്റെ ക്രൂശ് ബലിയിലൂടെ യഹൂദരും വിജാതിയരുടെയും തമ്മിലുള്ള ആ ശത്രുതയുടെ ഭിത്തിയെ, ആ മതിൽക്കെട്ടിനെ പൊളിച്ചു എന്ന്. ഇത്രമാത്രം ശത്രുതയുള്ള, നമുക്ക് ഇന്നത്തെ രീതിയിൽ ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ പല സ്റ്റേറ്റുകളിലും, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ്, അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മണിപ്പൂർ കലാപം നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ 2 ഗോത്രങ്ങൾ, പല ഗോത്രങ്ങളുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 10-25 ഗോത്രങ്ങളാണ് അവിടെ ഉള്ളത്. അതിൽ മുഖ്യമായിട്ടുള്ള 2 എണ്ണമാണ് മെയ്തേയ്, കുക്കി, ഈ 2 ഗ്രൂപ്പുകൾ. ഇവർ തമ്മിൽ ഭയങ്കര ശത്രുതയാണ്. അവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടാനൊക്കെയല്ല. ഒരാളുടെ മേഖലയിലിട്ട് മറ്റൊരാളെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലുന്ന ഒരു രീതി. ഇതേ സ്വഭാവമായിരുന്നു യഹൂദരും വിജാതിരും തമ്മിലുള്ളത്. അപ്പോൾ ക്രിസ്തു യഹൂദരുടെ ഏരിയയിലേക്ക് പോയിട്ട് ഈ അപ്പത്തിന്റെ അത്ഭുതം പ്രവർത്തിച്ചുവെങ്കിൽ അത് യഹൂദ സമുദായം മാത്രമാണ്. അതിനെ എടുത്തു കാട്ടുവാനായിട്ട് തന്നെയാണ് അപ്പമെടുത്ത് ആശീർവദിച്ചുവെന്നും അത് 12 കോഫിനോസുകളിൽ നിറച്ചുവെന്നും. അതുകൊണ്ടില്ലേ, യഹൂദരുടെ അപ്പക്കുട്ടയാണത് അതിനെ കാണിക്കുന്നത്. അപ്പോൾ ഒരു യഹൂദ അപ്പത്തിന്റെ സമുദായത്തെ ക്രിസ്തു തൻ്റെ ശിഷ്യരാക്കുന്നു, തൻ്റെ ഫോളോവേഴ്സ് ആക്കി അവിടെ തുടരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ. ഇനി അടുത്ത 15-ാമത്തെ അധ്യായം നമ്മൾ നോക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു വിജാതിയരുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വിജാതിയരുടെ സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നമുക്ക് 15-ാമത്തെ അധ്യായത്തിൽ 21 മുതലുള്ള വാക്കുകളിൽ നമുക്ക് എഴുതിയിരിക്കാം, യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിൽ എത്തി. ടൈർ, സീദോൻ അത് യഹൂദ പ്രദേശമല്ല, വിജാതിയരുടെ പ്രദേശങ്ങളാണ്. അപ്പോഴാണ് ഒരു കനാൻകാരി വന്നതും മകളെ പിശാച് ബാധിക്കുന്നതിനും. കണ്ടില്ലേ, ഒരു യഹൂദ സ്ത്രീ അല്ല. അപ്പോൾ യേശു ക്രിസ്തു ഇപ്പോൾ ചെന്നിരിക്കുന്നത് ഒരു വിജാതീയ സ്ഥലത്തേക്കാണെന്നുള്ളതിനെ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനുശേഷം 32-ാമത്തെ വാക്ക് തൊട്ട് നമ്മൾ വായിച്ചു നോക്കിയാൽ യേശു ശിഷ്യന്മാരെ വിളിച്ചു പറയാണ്. അതിനു മുമ്പുള്ള വാക്യങ്ങളെല്ലാം നമുക്കറിയാം, അത്ഭുതങ്ങളുടെ അടയാളങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന കർത്താവ് അവിടെ പ്രവർത്തിക്കുകയാണ്. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാര് അവരോട് കർത്താവ് പറയാണ്, ജനങ്ങളോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായിട്ട് ഇവരെന്നോട് കൂടിയാണ്, അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. ഇവർ വഴിയിൽ തളർന്നു വീഴാതിരിക്കാൻ ഇടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവര് പറഞ്ഞയക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ലെന്ന് പറയുന്നു. അപ്പോൾ ശിഷ്യന്മാര് ചോദിക്കുകയാണ്, ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് നമുക്ക് കിട്ടും? അപ്പോൾ യേശു ചോദിക്കുകയാണ്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അപ്പോൾ അവർ പറയുകയാണ്, 7 അപ്പവും കുറെ ചെറിയ മത്സ്യങ്ങളുമുണ്ടെന്ന്. അതും കൊണ്ടുവരാൻ പറയുന്നു. കഴിഞ്ഞ 14-ാമത്തെ അധ്യായത്തിൽ കണ്ടതുപോലെ 50-50 രീതിയിൽ എല്ലാവരെയും പിന്നെ പിടിച്ചിരുത്തുകയാണ്. അവിടെ കർത്താവ് 36-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 36-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ 7 അപ്പവും മത്സ്യവും എടുത്തിട്ട് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ഇവിടെയും 4 കാര്യങ്ങളുണ്ട്. 7 അപ്പം, അവിടെ 5 അപ്പമായിരുന്നത് എടുത്തു, ഇവിടെ 7 അപ്പം എടുത്തു. അവിടെ അതിനെ ആശീർവദിച്ചു. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുകയാണ് കൃതജ്ഞതാ സ്തോത്രമർപ്പിച്ചു. ആശീർവദിച്ചില്ല, കൃതജ്ഞതാ സ്തോത്രമർപ്പിച്ചു. വിജാതിയർ അവരുടെ ഭക്ഷണത്തിനു മുമ്പ്
ആ ഭക്ഷണം നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട്, കൃതജ്ഞതാ സ്തോത്രം അർപ്പിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. യഹൂദർ ഭക്ഷണത്തിന്റെ മേൽ ആശീർവദിക്കുമ്പോൾ വിജാതിയർ ആ അപ്പത്തിനു വേണ്ടി കർത്താവിന് നന്ദി പറയുന്ന സ്വഭാവമാണ്, രീതിയാണുള്ളത്. ഇവിടെ വിജാതിയരുടെ ഇടയിൽ കർത്താവ് അപ്പമെടുത്തിട്ട് അതിന് വേണ്ടി സ്തോത്രം നൽകി എന്നാണ് എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, അതിനെ മുറിക്കുന്നു, അതിനെ കൊടുക്കുന്നു. നാലാമത്തെ കാര്യം. അപ്പോൾ 4 കാര്യങ്ങളും ഇവിടെ എഴുതിയതിൽ രണ്ടാമത്തെ കാര്യം, ഇവിടെ വിജാതീയരായതിനാൽ അവരുടെ രീതിയിൽ അതിനെ ആശീർവദിക്കുകയല്ല, നന്ദി അർപ്പിക്കുകയാണ് ചെയ്തത്. ഇനി അടുത്തത്, ബാക്കി വന്നതിനെ 7 കുട്ടകളിൽ നിറച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ അവിടെ കണ്ടിരുന്നു 12 കുട്ട. 12 സംഖ്യ യഹൂദർക്ക് വലിയൊരു സംഖ്യയാണ്. അവരുടെ ട്രൈബ്സ്, 12 ട്രൈബ്സ്. യേശുവിന്റെ ശിഷ്യന്മാരും 12 പക്ഷെ 12 ട്രൈബ്സ്. യഹൂദരെ പറ്റി പറഞ്ഞാൽ അത് 12 സംഖ്യ വലിയൊരു സംഖ്യയാണ്. അതായത് അവരുടെ ട്രൈബ്സ് 12 ട്രൈബുകളാണ് അവർക്കുള്ളത്. ഇവിടെ നമ്മൾ കാണുന്നത് അത് 7 എന്ന സംഖ്യയാണ്. 7 നമുക്കറിയാം ബൈബിളിൽ പൂർണ്ണതയുടെ ഒരു സംഖ്യയാണ്. 7 പൂർണ്ണതയുടെ ഒരു സംഖ്യയാണ്. അവരുടെ ആവശ്യത്തിന് എത്രമാത്രം നൽകണമോ അതിനുപരി നൽകുന്ന ദൈവത്തെ. എഫേസ്യരുടെ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ ദൈവത്തിന് നന്ദി, നമ്മൾ ആഗ്രഹിക്കുന്നതിലും നമ്മൾ സ്വപ്നം കാണുന്നതിലും അധികമായിട്ട് നമുക്ക് തരുന്ന ദൈവത്തിന് നന്ദി പറയുന്ന പൗലോസ്ലീഹായെ. ഇവിടെ 7 എന്ന സംഖ്യയിലൂടെ അത് തന്നെയാണ്. ഇനി അടുത്തത് കുട്ട. അവിടെ നമ്മൾ കണ്ടിരുന്നു 12 കുട്ടകൾക്ക് കോഫിനോസ് എന്ന ശബ്ദമാണ് ഉപയോഗിച്ചത്. കോഫിനോസ് എന്ന ശബ്ദം. എന്നാൽ ഇവിടെ നമ്മൾ കാണുകയാണ് 7 കുട്ടകൾക്ക് ഉപയോഗിക്കുന്ന ശബ്ദം കോഫിനോസ് അല്ല, ഇവിടെ സ്പൈറിസ് എന്ന ശബ്ദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്പൈറിസ് എന്ന ശബ്ദം, ഗ്രീക്ക് ശബ്ദം, പുറജാതിക്കാർ അവർ ഉപയോഗിക്കുന്ന കുട്ടയുടെ പേരാണ് സ്പൈറിസ്. അന്യജാതിക്കാർ ഉപയോഗിക്കുന്ന, യഹൂദർ ഉപയോഗിക്കുന്നത് കോഫിനോസ് ആണെങ്കിൽ അന്യജാതിക്കാർ ഉപയോഗിക്കുന്ന കുട്ടകൾ, അപ്പക്കുട്ടകളുടെ പേരാണ് സ്പൈറിസ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, യേശു ചെയ്തതായ ഈ അത്ഭുതം യഹൂദരുടെ കൂട്ടത്തിലല്ല, അന്യജാതിക്കാർ താമസിക്കുന്ന സ്ഥലം ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ആ അപ്പമെടുത്ത് അതിന് കൃതജ്ഞതയാണ് അർപ്പിച്ചത്, അത് വിജാതിയർ ചെയ്യുന്ന രീതിയാണ്. മൂന്നാമത്, വിജാതിയർ ഉപയോഗിക്കുന്ന കുട്ടകളെ പറ്റിയാണ് ഇവിടെ മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, അതായത് സ്പൈറിസ്. അപ്പോൾ കർത്താവ് ചെയ്ത ഈ 2 അത്ഭുതങ്ങൾ, 5 അപ്പത്തിന്റെ അത്ഭുതങ്ങളും 7 അപ്പത്തിന്റെ അത്ഭുതങ്ങളും 2 സ്ഥലങ്ങളിൽ 2 കൂട്ടർക്കായിട്ട് ചെയ്തു. ഒന്ന് യഹൂദർക്കായിട്ട് ചെയ്തപ്പോൾ രണ്ടാമത്തത് വിജാതിയർക്കായിട്ട് ചെയ്തു. അങ്ങനെ ഒരു യഹൂദ സമുദായത്തെയും വിജാതീയ സമുദായത്തെയും കർത്താവ് ഈ അപ്പത്തിന്റെ അത്ഭുതങ്ങളിലൂടെ തൻ്റെ ഫോളോവേഴ്സ് ആക്കി തീർക്കുന്നു. ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ഒരു യഹൂദ സഭ, ഒരു വിജാതീയ സഭ. ഒന്നുകൂടെ പറയാൻ, 14-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ അപ്പത്തിന്റെ അത്ഭുതം നടത്തിക്കൊണ്ട് അവിടെ ഒരു യഹൂദ സഭയെ സ്ഥാപിച്ചുവെങ്കിൽ, കർത്താവ് 2-ാമത്തെ 7 അപ്പത്തിന്റെ അത്ഭുതം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചത് ഒരു വിജാതീയ സഭയെ അവിടെ സ്ഥാപിക്കുകയായിരുന്നു. ഈ 2 സഭകളും ബലിയോട് ചേർത്ത് വെക്കാനും വേണ്ടിയാണ് ഇവിടെ അപ്പത്തിന്റെ അത്ഭുതത്തിലൂടെ ഈ സഭാസ്ഥാപനം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് ഒന്ന് കയറാം. 16-ാമത്തെ അധ്യായത്തിൽ
16 അധ്യായം 13 വാക്യം തൊട്ട് നമ്മൾ അങ്ങോട്ട് വായിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു പിന്നെ നടന്നുകൊണ്ട് പോവാണ്. യാത്രയാണെന്ന് ഞാൻ പറഞ്ഞു. യാത്രയിൽ നമ്മൾ കാണുന്നത് യേശു കേസറിയ ഫിലിപ്പി എന്ന പ്രദേശത്തെത്തി. അവിടെ വെച്ച് തന്റെ ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ ആരാണെന്നാണ് ഈ ജനങ്ങളൊക്കെ പറയുന്നത്? രണ്ടിടത്തും അത്ഭുതങ്ങൾ നടന്നല്ലോ. യഹൂദ ജനങ്ങൾ എന്തു പറയുന്നു? വിജാതീയർ എന്തു പറയുന്നു? മനുഷ്യപുത്രൻ ആരാണ്? അപ്പോൾ ശിഷ്യന്മാർ വാചാലരായിട്ട് പറയാൻ തുടങ്ങി. ചിലർ പറയുന്നു യോഹന്നാന്റെ തലവെട്ടി കൊന്നായിരുന്നല്ലോ, അവൻ രണ്ടാമത് വന്നേക്കുന്നതാണ്, ഇത് യോഹന്നാൻ സ്നാപകനാണ്, ഇത് ജീവനോട് സ്വർഗത്തിലെടുക്കപ്പെട്ട ഏലിയായാണ്. ചിലർ പറയുകയാണ് അല്ല, ഇത് ജെറമിയാണ്, അല്ലെങ്കിൽ ഏതോ ഒരു വലിയ പ്രവാചകനാണ് എന്നൊക്കെ ജനം പറയുന്നുണ്ട്. അവന്റെ അത്ഭുതങ്ങൾ കണ്ട് ആ സഭയിലുള്ളവർ പറയുന്നു യഹൂദ വിജാതീയ സഭ. അപ്പോൾ കർത്താവ് അവരോട് ചോദിക്കുകയാണ്, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒട്ടന്നെ 16 വാക്യത്തിൽ നാം കാണുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് ശിമോനിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ശിമോൻ അലച്ചുകൊണ്ടൊരു പറച്ചിലാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, മിശിഹായാകുന്നു. അപ്പോൾ യേശു അവനോട് പറയണേ, യോനായുടെ പുത്രനായ ശിമോനെ, നീ ഭാഗ്യവാനാണ്, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അതായത് പരിശുദ്ധാത്മാവ്, പിതാവയച്ച പരിശുദ്ധാത്മാവ് വഴിയാണ് ശിമോനെ നീ ഇത് പറഞ്ഞതെന്ന്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. ഒരു യഹൂദ സഭയും ഒരു വിജാതീയ സഭയും യുക്രിസ്തീയ സഭയെ കർത്താവ് സ്ഥാപിച്ചുകൊണ്ട് ഇപ്പോൾ പറയുകയാണ്, ഈ രണ്ട് യഹൂദരുടെയും വിജാതിയുടെയുമായ ഈ സഭയെ പത്രോസാകുന്ന പാറമേൽ ഞാൻ സ്ഥാപിക്കാൻ പോവുകയാണ്. അതായത് യേശുക്രിസ്തു സ്ഥാപിക്കുന്ന സഭ യഹൂദരുടെ സഭയല്ല, വിജാതിയരുടെ സഭയല്ല. പത്രോസിന്റെ കീഴിലുള്ള സഭ യഹൂദരും വിജാതിയരും തമ്മിൽ രമ്യതയോട് ജീവിക്കുന്ന ഒരു സഭയാണ്. ക്രിസ്തു തന്റെ കാൽവരി ബലി യഹൂദർക്ക് വേണ്ടി മാത്രമല്ല, അത് വിജാതിയർക്ക് വേണ്ടിയാണ്, സകല ജനങ്ങൾക്കും വേണ്ടി കർത്താവ് തന്നെ ബലി അർപ്പിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ബലിയുടെ ഫലം ലോകത്തിന് മുഴുവനും ലഭിക്കുന്നതിന് വേണ്ടി കർത്താവ് ഒരു സഭയെ സ്ഥാപിക്കുകയാണ് പത്രോസിന്റെ കീഴിലായിട്ട്. അതായത് ക്രിസ്തു സ്ഥാപിച്ച സഭ യഹൂദരും വിജാതിരും ചേർന്നുള്ള പത്രോസിന്റെ കീഴിലുള്ള, പത്രോസിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന സഭയായിരിക്കണം. നമുക്ക് പലയിടത്തും കാണുവാൻ സാധിക്കും ഇതുപോലെയുള്ള നല്ല നല്ല വചനങ്ങൾ. പത്രോസ് സഭയുടെ മുഖ്യനാണെന്നുള്ളത്. എവിടെല്ലാം 12 ശിഷ്യന്മാരുടെ പേരെഴുതിയിരിക്കുന്നുവോ അവിടെ എഴുതിയിരിക്കുന്നത് ഒന്നാമൻ ശിമോൻ പത്രോസ് എന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം വായിക്കുകയാണെങ്കിൽ അവിടെ യേശു ശിമോനോട് പറയുന്നുണ്ട്, ശിമോൻ ശിമോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ. സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റി പറപ്പിക്കാൻ ഉദ്യമിച്ചു. കർത്താവ് പറയാണ്, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാനായിട്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. നീയും ഓടും എന്നെ വിട്ടിട്ട്, നീയും എന്നെ തള്ളി പറയും. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിച്ച് നീ നശിച്ചു പോകാതിരിക്കുവാനായിട്ട് ഞാൻ നിനക്ക് വേണ്ടി പത്രോസെ പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വരുമ്പോൾ നിന്റെ
സഹോദരങ്ങളെയും നീ ശക്തിപ്പെടുത്തണം. അപ്പോഴാണ് ശിമോൻ പറയുന്നത്, കർത്താവേ, നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെ ഞാൻ തയ്യാറാണ്. അപ്പോൾ കർത്താവ് പറയാണ്, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്നിനി കോഴി കൂകുകയില്ല. അപ്പോൾ കർത്താവ് പിടിക്കപ്പെടുന്നതിന് മുമ്പായിട്ട്, കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട്, അന്ത്യത്താഴത്തിന് മുമ്പായിട്ട് നമ്മൾ കാണുകയാണ്, പത്രോസിനെ സഭയേൽപ്പിക്കുകയാണ്. പത്രോസിനെ സഭയുടെ മുമ്പനായിട്ട് വെക്കുകയാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ മത്തായി എഴുതിയാലും മർക്കോസ് എഴുതിയാലും ലൂക്കോസ് എഴുതിയാലും ഇവൻ പൗലോസ്ലീഹ വരെ പറയുന്നത് പത്രോസ് ഒന്നാമനാണ്, പത്രോസാണ് മുന്നൻ. അപ്പോൾ കർത്താവ് ഏൽപ്പിച്ച ആ സഭയുടെ തലവൻ പത്രോസ് ആണ്. ക്രിസ്തു ആ സഭയുടെ മൂലക്കല്ലും ശിഷ്യന്മാർ. അതുകൊണ്ടാണ് അപ്പസ്റ്റോലിക് ചർച്ചസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോസ്തലന്മാരുടെ അടിത്തറയിൽ പണിയപ്പെട്ടത്. അതിന്റെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ഇനി പുതിയ യെരൂശലേമിനെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിലും ഇത് തന്നെയല്ലേ? ഇതാ ഞാനൊരു പുതിയ യെരൂശലേമിനെ കാണുന്നു, അതിന്റെ അടിത്തറ 12 കല്ലുകളിന്മേലാണ്. അത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ, അതുപോലെ ഈ ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാർ, അവരുടെ പേരതിൽ എഴുതിയിരിക്കുന്നതായിട്ട് നമ്മൾക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പോൾ ക്രിസ്തു സ്ഥാപിച്ച ഒരു സഭ അപ്പസ്തോലിക സഭയാണ്. അപ്പോൾ മരണത്തിന് മുമ്പായിട്ട് ഇനി അടുത്തതായിട്ട് ക്രിസ്തു ചെയ്യുന്നത് ഈ 12 ശിഷ്യന്മാരെ, അപ്പസ്തോലന്മാരെയും കൂടെ വിളിച്ചുകൊണ്ട് പോയിട്ട് അന്ത്യത്താഴം അവിടെ അപ്പം എടുത്ത് ആശീർവദിച്ച് അതേ 4 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവസാനം പറയുകയാണ്, നിങ്ങൾ ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ ഈ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെ പറ്റി നല്ലതുപോലെ എഴുതി വരുന്നിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കുകയാണ്, അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു. 4 കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിലും, ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിലും നമുക്കിത് തന്നെ വായിക്കുവാൻ സാധിക്കും. അവിടെ 22-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ ഡയറക്റ്റ് 19-ാമത്തെ വാക്യത്തിൽ പോവുകയാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, പിന്നീട് അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഡു ഇൻ മെമ്മറൻസ് ഓഫ് മീ. ക്രിസ്തുവിന്റെ ഓർമ്മയ്ക്കായിട്ട് അത് ചെയ്യുവിൻ. പൗലോസ്ലീഹായ്ക്ക് ദൈവം യേശു ദർശനം നൽകി ഇതേ കാര്യം തന്നെ പഠിപ്പിച്ചു. 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം, 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിൽ കറക്റ്റായിട്ട് പൗലോസ്ലീഹ പറയുകയാണ്. 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് 1 കൊരിന്ത്യർ 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 11:23, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്, കർത്താവായ യേശു ക്രിസ്തു താൻ ഒറ്റക്കെടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ച് അതുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവീൻ. ഈ 3 കാര്യങ്ങൾ പിന്നെ കൊടുത്തു. അങ്ങനെ 4 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവീൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ്
പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവേൻ. അപ്പോൾ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ഈ ബലി, രക്തരഹിതമായ ബലി, പിന്നീടുള്ള മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ വിശുദ്ധ കുർബാനയും ക്രൂശുബലിയും തമ്മിൽ എന്താണ് ബന്ധം എന്നതിനെ നമ്മൾ നല്ലതുപോലെ പഠിക്കാൻ പോവുകയാണ്. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിച്ചത് മത്തായിയുടെ സുവിശേഷം, മർക്കോസ്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന അപ്പത്തിന്റെ ഈ അത്ഭുതം ക്രിസ്തു യഹൂദ സഭ അതുപോലെ വിജാതീയ സഭ അപ്പത്തിന്റെ സഭകളെ സ്ഥാപിക്കുന്നു. എന്നിട്ട് ആ രണ്ടു കൂട്ടരെയും പത്രോസ് ആകുന്ന ആ പാറമേൽ പണിത സഭ, ക്രിസ്തുവിന്റെ സഭ, അപ്പസ്റ്റോലിക് ചർച്ച്, കാത്തലിക് ചർച്ച്, അതുകൊണ്ടാണ് കാത്തലിക് ചർച്ച് എന്ന് തന്നെ പറയുന്നത്. സകല ജനങ്ങൾക്ക് വേണ്ടി സകലയിടത്തുമുള്ളതായ ആ സഭ, ആ സഭയോട് പറയാണ്, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് എൻ്റെ രണ്ടാമത്തെ വരവ് വരെ നിങ്ങൾ ഇത് ചെയ്യുക. യേശുക്രിസ്തുവിന്റെ ജനനം, മരണം, പീഡ, സഹനം, ഉയർപ്പ് എല്ലാത്തെയും ഓർക്കുന്നതായ വിശുദ്ധ ബലിയെ അനുസ്മരിക്കുന്ന ആ ചടങ്ങ്, വിശുദ്ധ കുർബാന അനുഷ്ഠിക്കണം. അപ്പൊ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് സർവശ്രേഷ്ഠമായ പ്രാർത്ഥന. ഇതിൽ കവിഞ്ഞ് വേറൊരു പ്രാർത്ഥനയില്ല. നമ്മൾ എത്ര സ്തുതിച്ചാലും പാടിയാലും നമ്മൾ എന്തെല്ലാം ചെയ്താലും വിശുദ്ധ ബലിയർപ്പിച്ചുള്ള പ്രാർത്ഥനയേക്കാൾ വലിയൊരു പ്രാർത്ഥന ഇല്ല. ദിവസവും നമ്മൾ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജനനം, ക്രിസ്തുവിന്റെ പീഠാനുഭവം, ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുവിന്റെ ഉയർപ്പ്, ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ പ്രതീക്ഷ, അതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് നമ്മൾ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ട് സ്വർഗത്തിലെ ആ കുഞ്ഞാടിന്റെ വിവാഹ ഉത്സവത്തിൽ പങ്കുചേരലാണ് വിശുദ്ധ കുർബാനയിലെ കുർബാന സ്വീകരണം. ഈ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് നമുക്ക് കാക്ഷിക്കാം. ഇനി നാളത്തെ അടുത്ത ക്ലാസ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതേപ്പറ്റി എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നതിനാണ്. ഞാൻ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം ഇച്ചിരൂടെ ഉയരത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഇതിന്റെ രഹസ്യങ്ങൾ ഇവിടെ നമ്മൾ ക്ലിയർ കട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ വിശുദ്ധ കുർബാനയുടെ അർത്ഥം ഇച്ചിരൂടെ ഉയരങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദീർഘവീക്ഷണമുള്ള കഴുകനെ പോലെയുള്ള ഒരു പഠിത്തമായിരിക്കണം അത്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അനുദിന ബലിയിൽ പങ്കെടുക്കുവാനും വിശുദ്ധ കുർബാനയെ യോഗ്യതയോടെ സ്വീകരിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.